പൈനാപ്പിളിൻ്റെ അച്ചാറാട്ടാ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കണം. ഒരു 50 മില്ലി വെളിച്ചെണ്ണ ഒഴിക്കുക, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. അതിലേക്ക് ഇതാ 1.5 സ്പൂൺ ഉലുവ ആ ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1.5 സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഉലുവയും കടുകും കൂടെ ആണ് ഇതിൻ്റെ മണം രുചിയൊക്കെ വരുത്തുന്നത് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്ന് സെറ്റായി അടിപൊളിയായാൽ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിൽ കിടന്നിട്ട് ഒന്ന് പൊരിയട്ടെ. അപ്പോഴാണ് നമ്മളിത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് പേസ്റ്റ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് ഒരു പൈനാപ്പിളിൻ്റെ ഇതാട്ടോ പറയുന്നത്. എന്നിട്ട് അതൊക്കെ ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം പിന്നെ അതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുക. അടുപ്പത്ത് നിന്ന് ഒന്നും ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാശ്മീരി ചില്ലി ഒരു 2-3 സ്പൂൺ ഇട്ട് കൊടുത്ത്, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പുറത്ത് വെച്ച് ഇതൊക്കെ ഇളക്കിയതിന് ശേഷം പിന്നെ അടുപ്പത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് അതായത് സുർക്ക ഒഴിച്ച് കൊടുക്കുക. ഒരു 250-300 മില്ലി. ഒരു പൈനാപ്പിളിൻ്റെ കഥയായിട്ടാണ് പറയുന്നത്. ഒരു 1-200 പൈനാപ്പിളേക്കുള്ള സാധനമാണിത്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അച്ചാറിക്ക് നന്നായിട്ട് ഉപ്പ് വേണം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം പൈനാപ്പിൾ ഇതാ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു 50 ഗ്രാം പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ ഈ പേസ്റ്റും ഈ മസാല ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ പൈനാപ്പിൾ